പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സാഹിത്യം എന്ന പേപ്പറിലെ ബ്ലോക്ക് 3 സാമാന്ത സാഹിത്യം എന്ന VC ശ്രീജൻ്റെ ലേഖനമാണ്. ഇത്തിരി വളരെ ബൃഹത്തായൊരു ലേഖനം തന്നെയാണിത്. ഈ ലേഖനം പഠിക്കുന്നതിലൂടെ നമ്മൾ VC ശ്രീജൻ്റെ ലേഖനങ്ങളുടെ സവിശേഷത എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ സാമാന്ത സാഹിത്യം എന്ന ലേഖനത്തെ പരിചയപ്പെടുന്നു, മനസ്സിലാക്കുന്നു. പാശ്ചാത്യ മാതൃകളെ അനുകരിക്കുന്ന പ്രവണത മലയാള സാഹിത്യത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയുന്നു. തദ്ദേശീയവും യൂറോപ്യനുമായ നിരൂപണ പദ്ധതികളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു. രസം, ധ്വനി, ഔചിത്യം തുടങ്ങിയവ സംബന്ധിച്ച ലേഖൻ്റെ കാഴ്ചപ്പാടുകൾ തിരിച്ചറിയുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ലേഖനം പഠിക്കുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഈ പാശ്ചാത്യ പ്രവണതകൾ, രസം, ധ്വനി, ഔചിത്യം എന്നൊക്കെ യൂറോപ്യൻ നിരൂപണ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കത് എന്തായാലും ഈ ലേഖനം ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പോയിന്റുകൾ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ സാമാന്ത സാഹിത്യം VC ശ്രീജനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. സംസ്കാരത്തെയും കലയെയും നിരൂപണത്തെയും സംബന്ധിച്ച് വ്യക്തമായൊരു പക്ഷാപാതിത്വവും ആഴത്തിലുള്ളൊരു അപഗ്രഥനവും കാഴ്ചവെക്കുന്ന എഴുത്തുകാരനാണ് VC ശ്രീജൻ. നവമാർസിസം, ഘടനാവാദം എന്നിവയിലൂടെ ദൈക്ഷണിക സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ആധുനികതാവാദം, പാശ്ചാത്യാനുകരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അത് ഈ ലേഖനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റും കൂടിയാണ്. ഈ ആധുനികതാവാദം എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യമായ അനുകരണമാണ് എന്നുള്ളതാണ്. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ ഈ പാശ്ചാത്യ പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് നമ്മൾ ഈ ലേഖനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പാശ്ചാത്യം എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, യൂറോപ്യന്മാർ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ യൂറോപ്യൻ നാടിനാണ് നമ്മൾ പാശ്ചാത്യ ലോകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പാശ്ചാത്യ മാതൃക എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ. ഇനി പൗരസ്ത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കൺസെപ്റ്റ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ നമുക്ക് ഇന്ത്യൻ സാഹിത്യത്തെ പൗരസ്ത്യ സാഹിത്യം എന്നൊക്കെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗരസ്ത്യം എന്ന് പറയുമ്പോൾ പാശ്ചാത്യത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഈ പൗരസ്ത്യം എന്ന് പറയുന്നത്. പൗരസ്ത്യം ഇന്ത്യൻ കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് വരുന്നതിനെയാണ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ പൗരസ്ത്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ? VC ശ്രീജൻ ആധുനികതാവാദം പാശ്ചാത്യ അനുകരണം എന്നാണ് ആരുടെ നിരൂപണം, ആരുടെ നിരീക്ഷണം? നമ്മുടെ VC ശ്രീജൻ്റെ നിരീക്ഷണം. ഈ ആധുനികത എന്ന് പറയുന്നത് പാശ്ചാത്യർ കൊണ്ടുവന്നതാണ്, അതിനെ നമ്മൾ അനുകരിക്കുന്നതാണ് എന്നുള്ളത് VC ശ്രീജൻ പറയുന്നു. മുമ്പോട്ട് വെക്കുന്ന ആശയമാണ്. ആധുനികാനന്തര ചിന്തകളും ഒപ്പം ആധുനികതാ പൂർവ്വ ചിന്തകളും അതീവ ജാഗ്രതയോടെ അക്കാദമി ചിട്ടയോടെ പഠിക്കാൻ സ്വയം നിയോഗിച്ച ആളാണ് VC ശ്രീജൻ എന്ന് പ്രൊഫസർ CJ ജോർജ് VC ശ്രീജനെ വിലയിരുത്തുന്നുണ്ട്. എന്താണ് ആ ഒരു വിലയിരുത്തൽ? ആധുനികാനന്തര ചിന്തകൾ ഒപ്പം ആധുനികതാപൂർവ ചിന്തകൾ അതീവ ജാഗ്രതയോടെ അക്കാദമി ചിട്ടയോടെ പഠിക്കാൻ സ്വയം നിയോഗിച്ച ആൾ, അതാണ് VC ശ്രീജൻ എന്ന് CJ ജോർജ് നിരീക്ഷിക്കുകയാണ്. സാഹിത്യകൃതികളും നിരൂപണ പാഠങ്ങളും വായിക്കുമ്പോൾ അദ്ദേഹം അതിലെ ആഖ്യാന രീതി സൂക്ഷ്മമായി പരിശോധിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ VC ശ്രീജൻ സാഹിത്യകൃതികൾ, നിരൂപകന്മാർ പൊതുവെ എന്താ ചെയ്യുന്നത്? സാഹിത്യകൃതികൾ കാണും, നിരൂപണങ്ങളുടെ പാഠങ്ങൾ അതൊക്കെ വായിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ VC ശ്രീജൻ അതിലെ ആഖ്യാന രീതി എങ്ങനെയാണത് ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൃതിയെ സ്വയം സംസാരിക്കാൻ അനുവദിക്കുന്നത് പോലെയാണ്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിരൂപണ രീതി എന്ന് പറയുന്നത്. VC ശ്രീജൻ്റെ കൃതികളിലെ സാമൂഹികവും സാംസ്കാരികവുമായ ധാരണകളെയും തീർപ്പുകളെയും അദ്ദേഹം ഇഴകീറി പരിശോധിക്കുന്നു. ഒരു കൃതി കിട്ടിയാൽ ആ കൃതിയിലെ സാമൂഹികമായ ധാരണകൾ, സാംസ്കാരികമായ ധാരണകൾ
അതൊക്കെ എന്തെങ്കിലുമൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹം കീറിമുറിച്ച് നോക്കിക്കാണും. ഈ എഴുത്തുകാരൻ ഇന്നത് പറഞ്ഞതിലൂടെ ഇന്നത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത് സ്ത്രീത്വത്തെ അഭിമാനിക്കുന്നത് പോലെയല്ല, അഭിമാനം കൊള്ളിക്കുന്ന ഒന്നല്ല, അത് ശരിക്കും അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത്. ആ പറച്ചിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളും കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു നിരൂപണ രീതിയാണ് VC ശ്രീജൻ സ്വീകരിക്കുന്നത്. VC ശ്രീജൻ, KP അപ്പൻ, PK രാജശേഖരൻ, EP രാജഗോപാലൻ, PK പോക്കർ, പ്രസന്നരാജൻ, CB സുധാകരൻ, PP രവീന്ദ്രൻ തുടങ്ങിയവരെല്ലാം ആധുനികോത്തര സാഹിത്യ ചർച്ചകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയ പ്രശസ്തമായ നിരൂപകരാണ് എന്നുള്ളതും കൂടി ഓർക്കുക. ഒന്നും കൂടി ആ പേരുകളൊക്കെ വായിക്കുകയാണ്. VC ശ്രീജൻ നമുക്ക് പഠിക്കാനുള്ള ലേഖകൻ. KP അപ്പനെ കുറിച്ചിട്ട് മുമ്പൊരു സംഭവം നമ്മൾ ഒരു ലേഖനം പഠിച്ചിട്ടുണ്ട്, ആദർശ മാനവികതയുടെ സംഗീതം എന്ന് പറയുന്ന ലേഖനം. PK രാജശേഖരൻ, EP രാജഗോപാലൻ, PK പോക്കർ, പ്രസന്നരാജൻ, CB സുധാകരൻ, PP രവീന്ദ്രൻ, ഇതൊക്കെ ആധുനികോത്തര സാഹിത്യ ചർച്ചകൾ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോയ പ്രശസ്ത നിരൂപകരാണ്. അപ്പോൾ VC ശ്രീജനെ കുറിച്ചുള്ള ഏകദേശം ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിരൂപണ ശൈലി, എന്തൊക്കെയാണ് അദ്ദേഹം നിരൂപണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഏകദേശം ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി VC ശ്രീജൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ വായിക്കുന്നത്. യാദേവി സർവഭൂതേഷു എന്ന് പറയുന്ന ഒരു കൃതി, ചിന്തയിലെ രൂപകങ്ങൾ എന്നൊരു കൃതി, പ്രവാചകൻ്റെ മരണം എന്ന കൃതി, കഥയും പ്രത്യയശാസ്ത്രവും എന്ന കൃതി, വാക്കും എന്ന മറ്റൊരു കൃതി, അർത്ഥാന്തരന്യാസം എന്ന വേറിട്ടൊരു കൃതി, ആധുനികോത്തരം വികലനവും വിമർശനവും എന്ന് പറയുന്ന ഒരു കൃതി, നോവൽ വായനകൾ എന്നൊരു കൃതി, പ്രതിവാദങ്ങൾ, അർത്ഥവാദങ്ങൾ, തിരഞ്ഞെടുത്ത കൃതികൾ എന്നിങ്ങനെ വ്യത്യസ്ത 3 മറ്റ് കൃതികളും. അപ്പോൾ ഇത്രയും കൃതികൾ ആര് എഴുതിയിട്ടുണ്ട്? നമ്മുടെ VC ശ്രീജൻ എഴുതിയിട്ടുണ്ട്. ആ കൃതികൾ ഒന്നും കൂടി വായിക്കുകയാണ്. യാദേവി സർവഭൂതേഷു, ചിലപ്പോൾ ഇത് 1 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. യാദേവി സർവഭൂതേഷു എന്ന നിരൂപണ ഗ്രന്ഥം എഴുതിയത് ആരാ? ഉത്തരം VC ശ്രീജൻ. അപ്പോൾ VC ശ്രീജൻ്റെ കൃതികളാണ് നമ്മൾ വായിക്കുന്നത്. യാദേവി സർവഭൂതേഷു, ചിന്തയിലെ രൂപകങ്ങൾ, പ്രവാചകൻ്റെ മരണം, കഥയും പ്രത്യയശാസ്ത്രവും, വാക്കും, അർത്ഥാന്തരന്യാസം, ആധുനികോത്തരം വികലനവും വിമർശനവും, നോവൽ വായനകൾ, പ്രതിവാദങ്ങൾ, അർത്ഥവാദങ്ങൾ, തിരഞ്ഞെടുത്ത കൃതികൾ എന്നിവയ്ക്ക് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇനി നമ്മൾ ഏതിലേക്ക് പോവുകയാണ്? സാമാന്ത സാഹിത്യം എന്ന് പറയുന്ന നിരൂപണത്തിലേക്ക് പോവുകയാണ്. ഈ നിരൂപണം നമ്മൾ വായിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റുകളുടെ വിശകലനമാണ് നമ്മൾ നടത്തുന്നത്. ആ ഒരു വിശകലനം നടത്തുമ്പോൾ തന്നെ ഈ ലേഖനം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. വളരെ വലിയൊരു ലേഖനമാണ്. ഈ ലേഖനത്തിലൂടെ VC ശ്രീജൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യയിലൊരു കൾച്ചറുണ്ട്, ഇന്ത്യയിലൊരു സംസ്കാരം നല്ല ഇന്ത്യയിലൊരു നോളജ് ഉണ്ട്. ഈ നോളജിനൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് എന്താണ്? പാശ്ചാത്യർ കൊണ്ടുവന്ന, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നോളജിനെ അമ്മാതിരി അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഈ VC ശ്രീജൻ ഈ ലേഖനത്തിലൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവരെ അനുകരിക്കുകയാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് മുമ്പ് ഇങ്ങനെ ഇവിടെ ഒരു ഇന്ത്യയിലൊരു പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ അനുകരിച്ചത് എന്തിനാണ്? അവർക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ആശയങ്ങളാണ് വലുത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ അവർ കൊണ്ടുവരുന്ന ആശയങ്ങളിലേക്ക് ഒരുപാട് പോരായ്മകളും ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും കാണുന്നില്ല. നമ്മൾ ഇവിടുത്തെ ചില കാര്യങ്ങൾ വെച്ചിട്ട് അതൊക്കെ മറക്കുകയാണ്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? അവർ ഇവിടുത്തെ ആൾക്കാരെ, ഇവിടുത്തെ ഭർത്തഹരി പോലെയുള്ള പണ്ഡിതന്മാരെ പോലെയൊക്കെ മനസ്സിലാക്കുകയാണ്. ഇവിടെ മാത്സ് സയൻസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർ കാണുന്നുണ്ട്. സംസ്കൃതം പഠിക്കുന്നുണ്ട് പാശ്ചാത്യർ. അവരുടെ കൃതികളിലൊക്കെ അതിൻ്റെ സ്വാധീനം കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പോലും ഇവിടുത്തെ പല പണ്ഡിതന്മാരെയും കാണുന്നത് ആരിലൂടെയാണ്? ഈ പാശ്ചാത്യരിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ പല സിദ്ധാന്തങ്ങളുണ്ട്, പല തിയറികളുണ്ട്. അത് നമ്മൾ അറിയുകയോ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം, നമ്മുടെ യഥാർത്ഥ പ്രശ്നം. നമുക്കൊരു അസ്തിത്വമില്ല, നമ്മളതായിട്ടുള്ളൊരു നിരൂപണ രംഗത്തിലില്ല. അത് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് VC ശ്രീജൻ പറയുകയാണ് ഈ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. ഇതാണ് ഇതിനൊരു ബേസ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തിനൊക്കെ കൂടി എങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളത്
നമ്മൾ വായിച്ചറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പോയിന്റിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാളിതുവരെയുള്ള മലയാള സാഹിത്യത്തെ, ഇത് ടെക്സ്റ്റ് ബുക്കിലെ അതേപോലെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. നാളിതുവരെയുള്ള മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം അനുകരണത്തിൻ്റേതാണ് എന്ന നിരീക്ഷണം ആര് പറയുകയാണ്? നമ്മുടെ PC ശ്രീജൻ പറയുകയാണ്. നാളിതുവരെയുള്ള മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം അനുകരണത്തിൻ്റേതാണ്. നമ്മൾ ആരെ അനുകരിക്കുന്നു? പാശ്ചാത്യരെ അനുസരിക്കുന്നു. കാരണം പാശ്ചാത്യ മാതൃകൾ മലയാള സാഹിത്യത്തെയും വിമർശനത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് സ്വന്തമായൊരു പദ്ധതിയില്ല. നമ്മളെന്താണ് സാഹിത്യത്തിൽ പാശ്ചാത്യത്തെയാണ് അംഗീകരിക്കുന്നത്. കഥ നോക്കൂ, പാശ്ചാത്യത്തിൽ നിന്ന് വന്നതാണ്. നോവൽ നോക്കൂ, പാശ്ചാത്യത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒന്നില്ല. പല അതിൻ്റെ മാതൃകകളും നമ്മൾ അവിടെ നിന്നാണ് കടം കൊള്ളുന്നത് എന്ന നിരീക്ഷണമാണ് PC ശ്രീജൻ പറയുന്നത്. ഇതെന്തിനു മാത്രം? മലയാള സാഹിത്യത്തെ മാത്രമല്ല, വിമർശനത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. വിമർശനം എന്ന് പറയുമ്പോൾ പുസ്തകത്തെക്കുറിച്ചൊക്കെ പറയുന്ന വിമർശനത്തെ പോലും, നമ്മുടെ ചിന്തയെപ്പോലും ഇത് നിയന്ത്രിക്കുന്നു എന്ന് ആര് പറയുകയാണ്? PC ശ്രീജൻ പറയുകയാണ്. രസം, ധ്വനി, ഔചിത്യം, ഇതൊക്കെ പൗരസ്ത്യമായിട്ടുള്ള ചില സങ്കല്പങ്ങളാണ്. രസം എന്ന് പറയുമ്പോൾ രസമാണ് എല്ലാത്തിൻ്റെയും. കവിതയിൽ വായനക്കാരൻ വായിക്കുന്നത് രസമുള്ളത് കൊണ്ടാണ്. എന്ത് രസം? കവിത ആ വായനക്കാരൻ അതിനകത്തൊരു രസം കണ്ടെത്തുന്നു. അത്തരത്തിലുള്ളൊക്കെ ഒരു ചിന്തയാണ് ഈ രസപദ്ധതി എന്ന് പറയുന്ന രസം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. അതിന് നിർവചനങ്ങളൊക്കെ ഉണ്ട്. അത് വലിയൊരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആഴത്തിലേക്കൊന്നും എങ്ങനെയാണ് ഈ രസമുണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഭരതമുനിയൊക്കെ സൂചിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളൊക്കെയാണ്. ഇതൊക്കെ ഇന്ത്യൻ കൺസെപ്റ്റാണ് ഈ രസം, ധ്വനി, ഔചിത്യം. ധ്വനി എന്ന് പറഞ്ഞാൽ എന്താ? ധ്വനി എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറയുമ്പോൾ, ഇപ്പോൾ മീൻകാരൻ മീൻ വിൽക്കാൻ വേണ്ടി വരുമ്പോൾ ഹോണ് കേട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പറയുകയാണ് ചട്ടിയെടുത്തേന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചട്ടിയെടുത്ത് എന്ന് പറയുന്ന അതിൻ്റെ വാക്കിൻ്റെ ധ്വനി എന്താണ്? മീൻകാരൻ വന്നു മീൻ വാങ്ങാനുള്ള ചട്ടിയെടുത്ത്, മറ്റൊരു വാക്കിൽ അത്രയും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് വാക്കിൽ ഒരു ധ്വനി ഉണ്ടാവും. ഈ ധ്വനിയാണ് കാവ്യത്തിനെ കാവ്യമാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ധ്വനി സങ്കല്പം എന്ന് പറയുന്നത്. ഔചിത്യം അടുത്തതാണ്. ഔചിത്യം ഉണ്ടോ നിൽക്ക് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. അതേപോലെ ഈ ഔചിത്യ ചിന്ത കവിതയിൽ പ്രവർത്തിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സങ്കല്പമാണ് ഈ രസം, ധ്വനി, ഔചിത്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തിനാണ് പറഞ്ഞത്? ഇങ്ങനെയുള്ള പരികല്പനകളോട് തോന്നുന്നതിലേറെ ആത്മബന്ധം, ഇത് ഇന്ത്യനായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇതിനോടൊക്കെ തോന്നുന്നതിനേക്കാളുള്ള ആത്മബന്ധം പാശ്ചാത്യ സാഹിത്യത്തിലെ ഗണങ്ങളോടും പ്രസ്ഥാനങ്ങളോടും നമുക്ക് തോന്നുന്നു എന്ന് N. പ്രഭാകരൻ അഭിപ്രായപ്പെടുകയുണ്ടായി. N. പ്രഭാകരൻ എന്ന് പറയുന്ന മറ്റൊരു നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, നിരൂപണങ്ങളൊക്കെ അല്പസ്വല്പം എഴുതിയ ആളാണ്, പല നിരീക്ഷണങ്ങളും നടത്തിയ ആളാണ്. അപ്പോൾ ഇദ്ദേഹം N. പ്രഭാകരൻ അഭിപ്രായപ്പെടുകയുണ്ടായി എന്താണ്? ഈ രസം, ധ്വനി, ഔചിത്യം എന്നീ പരികല്പനകളൊക്കെ തോന്നുന്ന ഒരു ആത്മബന്ധത്തെക്കാളും കൂടുതൽ ആത്മബന്ധം നമുക്ക് പാശ്ചാത്യമായിട്ടുള്ള കൺസെപ്റ്റിനോട്, ആശയത്തോട് ഇന്നും നമുക്ക് അങ്ങനെയല്ല, ബ്രിട്ടീഷ് മനോഭാവം ആണ് തോന്നുന്നത്. വെളുത്തിട്ട് പാറാൻ, ബ്രിട്ടീഷ് ക്രീം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന കൺസെപ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾ പരസ്യങ്ങളൊക്കെ കാണും. അതിനെതിരെ കേസൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് ബ്രിട്ടീഷുകാരെ പോലെ ആവാൻ അത് നമ്മൾ അനുകരിക്കുകയാണ് അവരെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാഴ്ച ചിന്തകൾ നമ്മളിവിടെ ഉണ്ട്. അത് ആര് നിരീക്ഷിക്കുന്നുണ്ട്? നമ്മുടെ N. പ്രഭാകരൻ നിരീക്ഷിക്കുന്നുണ്ട്. അതിനെ VC ശ്രീജൻ ഇവിടെ ലേഖനത്തിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാശ്ചാത്യ മാതൃകകളെ അനുകരിക്കുന്ന പ്രവണത ഇംഗ്ലീഷ് നോവൽ ബുക്ക് മാതിരി ഒരു നോവൽ ബുക്ക് എഴുതാമെന്ന് തീരുമാനിച്ച ചന്തുമേനോനിൽ നിന്ന് ആരംഭിക്കുന്നു. എന്താണ് ആ ഒരു അതിൽ അവിടെ പറയുന്നത്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് എന്താണ്? ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ ഇന്ദുലേഖ ചന്തുമേനോൻ എന്തിനാണ് എഴുതിയത്? ഇംഗ്ലീഷ് നോവൽ ബുക്ക് മാതിരി ഒരു നോവൽ ബുക്ക് അങ്ങ് എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ് ആരെഴുതുന്നത്, വായിച്ച് രസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് ബുക്ക് മാതിരി ഒരു ബുക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചന്തുമേനോൻ എഴുതുന്നത്. അന്ന് ചന്തുമേനോൻ അങ്ങനെ പറഞ്ഞ ഒരു പ്രവണത അത് ഇന്നും തുടരുകയാണ്. അന്ന് തന്നെ അത് ആരംഭിച്ചു എന്ന് പറയുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ VC ശ്രീജൻ ചെയ്യുന്നത്. അന്ന് തന്നെ ഈ അനുകരണ സ്വഭാവം ഇത്തരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാലത്ത് അവർ ഇവിടെ അവതരിപ്പിച്ച ഇംഗ്ലീഷ് സാഹിത്യം സങ്കുചിതമായ വർഗവർണ്ണ ഭേദങ്ങളെ അതിക്രമിക്കുന്നതും ഉദാത്തവും
വിശുദ്ധവുമായ മാനവിക മൂല്യങ്ങളെ പ്രതിഫലിക്കുന്നതുമായ മഹാസംവേദമായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാലത്ത് അവർ ഇവിടെ അവതരിപ്പിച്ച ഇംഗ്ലീഷ് സാഹിത്യം, വിദ്യാഭ്യാസം, ഇത് സങ്കുചിതമായ ഒരു ഭയങ്കര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വർഗവർണ്ണ ഭേദങ്ങളെ അതിക്രമിക്കുന്നതും, ഇവിടെ ഒരുപാട് ജാതിമതിയായ വേർതിരിവുണ്ട്, ഉച്ചനീചത്വമുണ്ട്, ഇതിനൊക്കെ ആക്രമിക്കുന്നതായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയാൽ നമുക്ക് ബോധം വരും, മാറ്റം ഉണ്ടാവും എന്നൊക്കെ ഈ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലടക്കം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്നതിലൂടെ മനുഷ്യൻ ഇവിടുത്തെ വർണ്ണവിവേചനമൊക്കെ മാറും. ഇത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടുത്തെ സിസ്റ്റത്തെ ആക്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഉദാത്തവും വിശുദ്ധവുമായ മാനവിക മൂല്യങ്ങളെ പ്രതിഫലിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ഭയങ്കര ഉദാത്തമാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കുന്നതിലൂടെ മനുഷ്യനെ മനുഷ്യനായി കാണുന്നു. സംസ്കൃതം പഠിച്ചിട്ട് ആരെങ്കിലും അങ്ങനെ കണ്ട ഇതുണ്ടോ? സംസ്കൃതത്തിൽ പറയുന്നത് തല എന്ന് പറയുന്ന ബ്രാഹ്മണനാണ്, കൈ എന്ന് പറയുന്ന മറ്റ ജാതിയാണ്, കാല് എന്ന് പറയുന്ന മറ്റു ജാതിയാണ് എന്നൊക്കെയാണ് സംസ്കൃതത്തിൻ്റെ കൃതികളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അങ്ങനെയല്ല, മനുഷ്യനെ മനുഷ്യനാക്കി കാണുന്ന വിദ്യാഭ്യാസമായിരുന്നു. അതുകൊണ്ട് മാനവിക മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മഹാസംവേദമായിരുന്നു അവരുടെ ആശയങ്ങൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അധിനിവേശക്കാരുടെ ഈ സാമ്രാജ്യത്വ ചൂഷണത്തെ യൂറോപ്യൻ ലോകമേധാവിത്വത്തിന് പിന്നിൽ മറച്ചു വയ്ക്കാനാണ് അവർ ഇംഗ്ലീഷ് സാഹിത്യത്തെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഇതൊക്കെയാണ് സംഭവമെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഉച്ചനീചത്വങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അവരിവിടെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതെങ്കിലും അതിന് പിന്നിൽ എന്തും കൂടിയുണ്ട്. അവരിവിടെ നിന്ന് ഒരുപാട് സംഭവങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ മറയാക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് തന്നത് എന്നുള്ളതാണ്. കാരണം അവരിവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ആൾക്കാർ ഭാഷ അറിയില്ല, ഇത് കമ്മ്യൂണിക്കേഷൻ നടത്തണ്ടേ, ഭാഷ പഠിക്കുന്നു, അവരെ ഭാഷ ആക്കുന്നു, അതോടൊപ്പം എന്ത് ചെയ്യുന്നു? അവരുടെ മൂല്യങ്ങളൊക്കെ കൊടുക്കുന്നു, നമ്മളെ തന്നെ അവർ ചൂഷണം ചെയ്യുന്നു. ഒരു നാട്ടിനെ എളുപ്പത്തിൽ ഇല്ലാണ്ടാക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? പോയി യുദ്ധം പ്രഖ്യാപിക്കും, അല്ലേ? യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്യും. പക്ഷെ അതിനെക്കാട്ടും എളുപ്പമാണ് അവിടുത്തെ ഭാഷനങ്ങ് ആക്രമിച്ചാൽ മതി, അവിടുത്തെ ഭാഷനങ്ങ് കൊന്നാൽ മതി, ആ നാട് ഇല്ലാണ്ടാവാൻ. ശരിയല്ലേ? മലയാളം മരിച്ചാൽ കേരളം മരിച്ചു, കേരളമില്ല. അങ്ങനെയാണ് ആദ്യം ഭാഷനെയാണ് ആക്രമിക്കുന്നത്. നമ്മൾ യുദ്ധം നടക്കുമ്പോൾ ആദ്യം തന്നെ അമ്പുമ്പില്ലെടുത്ത് ആദ്യം ചർച്ച ചെയ്യും, വാക്കുകളിലൂടെ യുദ്ധം നടക്കും. ദുശാസന, നിന്നെ ഞാൻ അങ്ങനെ ആക്കും, ഞാൻ 10 അടി കൊണ്ട് അങ്ങനെ ആക്കും, ഇങ്ങനെ വാക്കുകൊണ്ട് ആദ്യം യുദ്ധം നടക്കും. കാരണം വാക്കുകളിലൂടെ മറ്റാളെ നമ്മൾ ആക്രമിക്കുകയാണ്, അത്തരത്തിലുള്ളൊരു ആക്രമണം. അതേപോലെ തന്നെയാണ് ഭാഷ എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ്. ആ കൾച്ചറിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാടിനെ തന്നെ. മലയാളത്തെ ആക്രമിക്കുക എന്ന് വെച്ചാൽ മലയാളിയുടെ സംസ്കാരത്തെ ആക്രമിക്കുക, മലയാളത്തെ ഇല്ലാണ്ടാക്കുക. മലയാളം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ മലയാളി ഇല്ലാണ്ടായി, മലയാളിയുടെ സംസ്കാരം ഇല്ലാണ്ടായി, മലയാളി എന്ന് പറയുന്ന തത്വം തന്നെ ഇല്ലാണ്ടായി, മലയാളം കേരളം ഇല്ലാണ്ടായി. അപ്പോൾ കേരളത്തെ ആക്രമിക്കാൻ ബോംബൊന്നും ഇടണ്ട, ഭാഷനെ അങ്ങ് ആക്രമിച്ചാൽ മതി എന്നുള്ളതാണ്. ഇതുതന്നെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരും ഇവിടെ ചെയ്തത് എന്നുള്ളതാണ്. അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവരത് അവതരിപ്പിച്ചതും എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പണ്ടത്തെ ചമ്പുക്കളെയും മഹാകാവ്യങ്ങളെയും നിസ്സാരമാക്കുക എന്ന അർത്ഥം ഈ പാശ്ചാത്യവൽക്കരണത്തിനും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു നിരീക്ഷണം. പഴയ ഈ ചമ്പുകാവ്യങ്ങൾ, മഹാകാവ്യങ്ങളെല്ലാം പണ്ടത്തെ ഇവിടുത്തെ കേരളത്തിലെ മലയാള കൃതികളാണ്. ഇതിനൊക്കെ നിസ്സാരമാക്കുക, ഒന്നുമില്ല, നമ്മളീ പഠിക്കുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലാണ് എല്ലാം ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലുതാക്കുകയും ഇവിടുത്തെ ചമ്പു മഹാകാവ്യങ്ങളൊക്കെ നിസ്സാരമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത്, ആ ഒരു ഉദ്ദേശ്യം കൂടി ഇവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് പിന്നിലുണ്ട് എന്ന് PC ശ്രീജൻ നിരീക്ഷിക്കുകയാണ്. അത് വാസ്തവം കൂടിയാണ്. പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ ഉദാര മാനവികതയുടെയും ജനാധിപത്യത്തിൻ്റെയും പരിവേഷം വെള്ളക്കാരനും പുരുഷനും മധ്യവർഗക്കാരനുമായ ഒരുവൻ്റേതായിരുന്നു. അത് പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഈ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ ഉദാര മാനവികത, ഇവർ ഈ പാശ്ചാത്യം മുമ്പോട്ട് കൊണ്ടുവരുന്നൊരു മാനവികതയുടെ വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറഞ്ഞുള്ള മനുഷ്യനായി കാണേണ്ട ഒരു വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതെന്താണ്? ജനാധിപത്യത്തിൻ്റെ പരിവേഷം. ഇതിനൊരു ജനാധിപത്യ പരിവേഷമുണ്ട്. അതെങ്ങനെയുള്ളതാണ്? വെള്ളക്കാരനും
പുരുഷനും മധ്യവർഗക്കാരുമായ ഒരുവൻ്റേതായിരുന്നു. വെള്ളക്കാരൻ്റെയാണ്, ഇന്ത്യക്കാരനാണോ ഈ കൺസെപ്റ്റ്, ഈ ഒരു ജനാധിപത്യ കൺസെപ്റ്റ്, മനുഷ്യനെ മൊത്തം ഒന്നായി കാണണമെന്നുള്ള അല്ല, വെള്ളക്കാരൻ്റേതാണ് അല്ലേ. ഏത് വെള്ളക്കാരൻ? പുരുഷനാണ്, പുരുഷനാണ്. സ്ത്രീയാണോ ഇത് പറയുന്നത്? അല്ല, ഇവിടെ വന്നത് ആരാ? പുരുഷനാണ്. എങ്ങനെയുള്ള പുരുഷൻ? ഒരു മധ്യവർഗക്കാരനായ ഒരുവൻ്റെയാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണോ? അല്ല. അത്യാവശ്യം കപ്പലൊക്കെ കയറി ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ്. നല്ല സമ്പാദ്യമുണ്ട്, ദൂർത്തടിച്ചുള്ള ജീവിതമാണ്. അത്തരത്തിലുള്ള പാവപ്പെട്ടൻ്റെ പട്ടിണിയോ ഇതൊക്കെ അറിയോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളുടെ വലിയൊരു കൺസെപ്റ്റാണ് ഏത്? ഇത്. അതിൽ സ്ത്രീകൾക്കോ കാപ്പിരികൾക്കോ ഇന്ത്യക്കാർക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ കുഴപ്പം. വലിയൊരു മാനവിക സങ്കല്പമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിൽ സ്ത്രീകൾക്ക് സ്ഥാനമുണ്ടോ? ഇല്ല. കാപ്പിരികൾക്കുണ്ടോ? ഇല്ല. ഇന്ത്യക്കാർക്കുണ്ടോ? ഇല്ല. ഇന്ത്യക്കാരെ ഒന്നും അവരെന്തായി കണ്ടില്ല? മനുഷ്യന്മാരായിട്ട് കണ്ടില്ല. കാരണം അവരുടെ കണ്ണിൽ, ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ കോട്ടും ഷൂട്ടും ടൈയൊക്കെ ഇട്ടാലാണ് ആരാകുന്നത്? മനുഷ്യനാകുന്നത്. അതാണ് മനുഷ്യൻ. അവരുടെ കൺസെപ്റ്റ് പ്രകാരം അതാണ് മനുഷ്യൻ. അവർ മനുഷ്യനായിട്ട് കണ്ടിരുന്നത് അവരെയാണ്. ഈ ഇന്ത്യയിൽ കണ്ട കോട്ടും ടൈയിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ അവരായിട്ട് ജന്തുവായിട്ട് കണ്ടു. അതുകൊണ്ടാണ് അവർ നമ്മളെ അടിമകളാക്കിയത്. നമ്മളെ മനുഷ്യനായിട്ട് പരിഗണിച്ചിട്ടില്ല. അവരുടെ കൺസെപ്റ്റിൽ മനുഷ്യൻ എന്ന് പറയുന്നത് കോട്ടുണ്ടയും ഇട്ട് നടക്കുന്നത്. അതിനകത്ത് സ്ത്രീകൾക്ക് സ്ഥാനമില്ല, കാപ്പിരികൾക്കില്ല, ഇന്ത്യക്കാർക്കില്ല. അത്തരത്തിലുള്ള ഒരു സങ്കല്പമാണ് അവർ അവതരിപ്പിച്ചത് എന്ന് PC ശ്രീജൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പാശ്ചാത്യ രീതികളെ സ്വീകരിക്കുന്നതോടൊപ്പം ഭാരതീയ സമ്പ്രദായങ്ങളെ തിരസ്കരിക്കുക കൂടി ചെയ്താലേ ആധുനീകരണ പ്രക്രിയ പൂർത്തിയാകുകയുള്ളൂ എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം PC ശ്രീജൻ നടത്തുകയാണ്. എന്താണ്? പാശ്ചാത്യ രീതികളെ സ്വീകരിക്കുന്നത്. അവർ കൊണ്ടുവന്നു. നമ്മളത് പാശ്ചാത്യമായ ഒരുപാട് കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. പല ചിന്തകളുണ്ട്. അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു. അതിലൂടെ പലതും കൊണ്ടുവന്നു. നിരൂപണ രംഗത്ത് പല ഇത് കൊണ്ടുവന്നു. നോവൽ, സാഹിത്യം, എല്ലാത്തിലും. ആ രീതികളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? ഭാരതീയ സമ്പ്രദായങ്ങളെ തിരസ്കരിക്കുക കൂടി ചെയ്താലേ എന്താവും? ആധുനീകരണ പ്രക്രിയ പൂർത്തിയാകുന്നുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിലുണ്ട്. നമ്മളെന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ ഭാരതീയമായ സമ്പ്രദായങ്ങളെല്ലാം ഇത് ശരിയല്ല ഒഴിവാക്കണം. എന്നിട്ട് അവർ കൊണ്ടുവരുന്നതെല്ലാം സ്വീകരിക്കണം. എന്നാലാണ് ഒരു ആധുനികരായ മനുഷ്യനാകുന്നത് എന്നുള്ളൊരു പ്രക്രിയ ഇവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് ആധുനികനാകാൻ പറ്റൂ എന്നുള്ള ഒരു പൂർത്തീകരണ മനോഭാവമുണ്ട് എന്ന് PC ശ്രീജൻ പറയുകയാണ്. ഇന്ന് നമുക്കിടയിൽ പ്രചരിക്കുന്ന ലക്കാനിയൻ ഘടനാവാദാനന്തര ചിന്തയും ആധുനികോത്തരതയും അഭിജാതവർഗത്തെ സംബോധന ചെയ്യുന്ന ജനകീയ ധാരണകളാണ് എന്ന് പറയാനാവില്ല. ധ്വനിയേക്കാൾ ദുർഗ്രഹവും അഭിജാതവർഗത്തിന് മാത്രം അടുക്കാവുന്നതുമാണ് ഇന്നത്തെ പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ്. അത് മനസ്സിലായോ? അത് ഇന്ന് ഈ ലക്കാനിയൻ വാദാനന്തര ചിന്ത എന്നൊക്കെ പറയുന്നത് ഘടനയാണ് എല്ലാത്തിൻ്റെയും പ്രധാനമെന്നൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്തയാണ്. ഇത് പാശ്ചാത്യരുടെ കൺസെപ്റ്റാണ്. അതായത് പേന എന്ന് പറയുമ്പോൾ അതിന് ടോപ്പുണ്ട്, അതിന് റിഫിലുണ്ട്, അതിനൊരു കുഴലുണ്ട്, അതിന് ബാക്ക് അടപ്പുണ്ട്. അതൊക്കെ ചേർന്നാണ് പേന. അതിനൊരു ഘടനയുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാത്തിനും ഒരു ഘടനയുണ്ട്. എഴുത്തിന്, സാഹിത്യത്തിന് ഇത്തരത്തിൽ ഘടനയിൽ അധിഷ്ഠിതമാണ് ലോകമെന്ന രീതിയിലുള്ള ഒരു ഘടനാവാദമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഈ ചിന്ത എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ്. അത് വളരെ ലൈറ്റായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അവർ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഭയങ്കര സങ്കീർണമാണ്. നമ്മളിവിടുത്തെ ഈ ധ്വനി ഇതൊക്കെ നോക്കിയാൽ ധ്വനി, രീതി, ഔചിത്യമൊക്കെ, രസമൊക്കെ നോക്കിയാൽ അതിനകത്തും ഇത്തരത്തിൽ ഒരുപാട് സങ്കീർണതകളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും ശരിയല്ല, ഇത്രയും ഒന്നും ഇതില്ല, മറ്റേത് ഈസിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ ധ്വനിയേക്കാളൊക്കെ ദുർഗഹവും അഭിജാതവർഗത്തിന് മാത്രം അടുക്കാവുന്നതുമാണ്, വലിയൊരു വർഗത്തിന് മാത്രം മനസ്സിലാക്കാവുന്നതൊക്കെയാണ് ഇന്നത്തെ ഈ പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഈ ലക്കാനി ചിന്താന്തമായിക്കോട്ടെ, ഘടനാവായിക്കോട്ടെ, എല്ലാം ഇത്തരത്തിലുള്ള ചിന്തകളാണ് പാശ്ചാത്യമായിട്ടുള്ള ചിന്ത. അത് ഒരു അഭിജാത വർഗത്തിൻ്റെതാണ്, സാധാരണക്കാരുടേതോ അങ്ങനെയൊന്നുമല്ല. ഇന്ത്യയിലുള്ള ചിന്തത്തിൻ്റെ അതേ പ്രശ്നങ്ങൾ അതിനുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള ഈ ധ്വനിരസമൊക്കെ മോശമാണ്, പക്ഷെ അത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ്. വാസ്തവത്തിൽ ഇന്ത്യയിലുള്ള ആ ചിന്തത്തിൽ അതേ കുഴപ്പം എവിടെയുണ്ട്? അവിടെയും ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതാര് നിരീക്ഷിക്കുന്നുണ്ട്? PC ശ്രീജൻ നിരീക്ഷിക്കുന്നുണ്ട്.
ധ്വന്യാലോകം രചിച്ച ആനന്ദവർദ്ധനനെ തള്ളി ഴാക്ക് ലക്കാനെ സ്വീകരിക്കുന്ന മലയാളി അതേ ലക്കാൻ ലക്ഷണയെക്കുറിച്ചും ധ്വനിയെക്കുറിച്ചും ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കാണാം എന്നുള്ളതാണ്. ധ്വന്യാലോകം എന്ന് പറയുന്ന ആനന്ദവർദ്ധൻ്റെ ഒരു കൃതിയാണ്. ധ്വനിയെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ധ്വനിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന കൃതിയാണ് ആനന്ദവർദ്ധൻ്റെ ധ്വന്യാലോകം എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഇന്ത്യക്കാരനാണ്, ഇദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, തള്ളുന്നു. എന്നിട്ട് ഴാക്ക് ലക്കാൻ എന്ന് പറയുന്ന പാശ്ചാത്യ പണ്ഡിതനെ സ്വീകരിക്കുകയാണ് മലയാളി ചെയ്യുന്നത്. നമുക്ക് ഈ ധ്വനി പറഞ്ഞ ആനന്ദവർദ്ധന വേണ്ട, പാശ്ചാത്യനായിട്ട് ലക്കാനാണ് വേണ്ടത്. പക്ഷേ അയാളെങ്ങനെയാണ് ലക്കാൻ ലക്ഷണയെക്കുറിച്ചും ധ്വനിയെക്കുറിച്ചും ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ലക്കാൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഈ ആനന്ദവർദ്ധനൻ്റെ ധ്വനിയെക്കുറിച്ച് ലക്ഷണയെക്കുറിച്ചൊക്കെ നല്ല വിശദമായിട്ട് സംസാരിക്കും. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട. അവർ പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു സംഭവം കൂടി ഇതേപോലെ നോക്കുക. പാണിനിയെ പുറന്തള്ളി ഘടനാവാദത്തെ സ്വീകരിക്കുന്ന മലയാളി അതേ പാണിനിയാണ് ആദ്യത്തെ ഘടനാത്മക വ്യാകരണം രചിച്ചതെന്ന് അറിയുന്നു. എപ്പോൾ അറിയുന്നു? നമ്മളിതൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? ഇവരിലൂടെയാണ്, ഈ പാശ്ചാത്യരിലൂടെയാണ്. പാണിനിയെ പുറന്തള്ളി ഘടനാവാദത്തെ സ്വീകരിക്കുന്ന മലയാളി, ഇതേ പാണിനിയാണ് ഒരു വ്യാകരണം, ആദ്യത്തെ ഘടനാത്മക വ്യാകരണം രചിച്ചതെന്ന് അറിയുന്നില്ല. ഇവിടുത്തെ പാണിനി നമുക്ക് വേണ്ട, ഇന്ത്യയിലുള്ള പാണിനിയെ വേണ്ട, നമുക്ക് പാശ്ചാത്യരായ പാണിനിയെ മതി എന്ന നിലയിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഘടനാവാദത്തിൻ്റെ സ്രഷ്ടാവ് ഫെർഡിനാൻഡ് ദി സൊഷ്യൂർ ഒരു സംസ്കൃത അധ്യാപകൻ കൂടിയായിരുന്നു എന്നുള്ള നിരീക്ഷണം പിന്നീട് വരുന്നുണ്ട്. സംസ്കൃതത്തിലെ ഷഷ്ടി വിഭക്തിയെക്കുറിച്ചുള്ള ഗവേഷണത്തിന്, അത്തരത്തിലുള്ള ഒരു ഗവേഷണ പ്രബന്ധത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത്. ഘടനാവാദത്തിൻ്റെ സ്രഷ്ടാവാണ് ദി സൊഷ്യൂർ, ഫെർഡിനാൻഡ് ദി സൊഷ്യൂർ. അദ്ദേഹം ഗവേഷണം നടത്തിയത് എന്തിലാണ്? നമ്മുടെ സംസ്കൃത അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. സംസ്കൃതത്തിലെ ഷഷ്ടി വിഭക്തിയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്. നമുക്ക് വേണ്ട, പക്ഷെ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതും കൂടി ശ്രദ്ധിക്കാം. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വാക്കുകൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്ന ഘടനാവാദ തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ സൊഷ്യൂർ വഴി ഭർതൃഹാരിയിലെത്തുകയാണ്. അങ്ങനെ നമുക്ക് ഇവരെക്കുറിച്ച് ഈ പാശ്ചാത്യർ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ സൊഷ്യൂറൊക്കെ വന്ന് ഭർതൃഹരിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അവരെ വായിക്കുമ്പോഴാണ് ഇവിടെ ഭർതൃഹരിക്ക് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ വികസനത്തിൽ നാച്ചുറൽ പ്രോസസ്സിംഗ് ഏറ്റവും അനുയോജ്യം സംസ്കൃത ഭാഷയും പാണീയ വ്യാകരണത്തിൻ്റെ ചട്ടക്കൂടുമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ വികസനത്തിൽ ഒരു നാച്ചുറലായിട്ടുള്ള, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള പ്രോസസ്സിങ് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത് സംസ്കൃത ഭാഷയും പാണിനി എഴുതിയ വ്യാകരണത്തിൻ്റെ ചട്ടക്കൂടുമാണെന്ന് ഇന്നത്തെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സംസ്കൃതത്തിനാണ്. ആ സംസ്കൃതത്തിൻ്റെ വ്യാകരണം ചിട്ടയാണ് കമ്പ്യൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ സംസ്കൃതത്തെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സംസ്കൃതത്തെ വേണോ? വേണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആധുനികോത്തരതയെ ആശ്ലേഷിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്കൃതത്തെ തള്ളിയിട്ട് കമ്പ്യൂട്ടറിൽ എത്തുന്നവരുടെ മുമ്പിൽ സംസ്കൃതം പ്രതികാര ബുദ്ധിയോടെ പോസ്റ്റ് മോഡേൺ മേലങ്കിയുമായി തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടും. അതായത് നമ്മൾ തല്ലെങ്കിലും സംസ്കൃതം എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി സംസ്കൃത പ്രതികാര ബുദ്ധിയോടെ ഈ പോസ്റ്റ് മോഡേൺ മേലങ്കിയായിട്ടൊക്കെ തിരിച്ച് വരുന്നുണ്ട് എന്ന് വി.സി. ശ്രീജൻ സൂചിപ്പിക്കുകയാണ്. അസ്വതന്ത്രമായ ബുദ്ധിയിൽ നിന്ന് സ്വതന്ത്രമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാവതിനാലാണ് അസ്വതന്ത്രമായ ബുദ്ധിയിൽ നിന്ന് സ്വതന്ത്രമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാവതിനാലാണ് ആധുനികനാവാനായി സ്വയം പാശ്ചാത്യവൽക്കരിച്ച നമ്മുടെ ഭൗതിക സമൂഹത്തിന് ഒരു സംഭാവന നൽകാനാവാതെ പോയത്. അതായത് സ്വതന്ത്രമല്ലാത്തൊരു ബുദ്ധിയിൽ നിന്ന് സ്വതന്ത്രമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാവാത്തതിനാലാണ് ഈ ഒരു ആയ നമ്മളിൽ നിന്ന് പാശ്ചാത്യവൽക്കരിച്ച നമ്മുടെ ഭൗതിക സമൂഹത്തിന് ഒരു സംഭാവനവും നൽകാൻ വേണ്ടി പറ്റാത്തത്, ഒരു സിദ്ധാന്തവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്ത. നമ്മൾ ഈ അനുകരിക്കുകയാണ്, നമ്മളതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന കാഴ്ചപ്പാടാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. സാമ്രാജ്യത്വവാദികളുടെ പൗരസ്ത്യവാദം നമ്മുടെ പാശ്ചാത്യവാദമായി മാറുകയും രണ്ടും പരസ്പരം പൂരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സാമ്രാജ്യത്വവാദികൾ, ഈ സാമ്രാജ്യ ശക്തികളുടെ അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു പൗരസ്ത്യവാദമുണ്ട്.
അത് നമ്മുടെ പാശ്ചാത്യവാദമായി മാറുകയും രണ്ടും പരസ്പരം പൂരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ നമ്മളെ നോക്കിക്കണ്ട ഒരു രീതിയുണ്ട്, അത് അവർ പറയുന്നു, അത് നമ്മളെ ഒരു പാശ്ചാത്യവാദമായി മാറുകയും അത് നമ്മളെ രണ്ടും ഇങ്ങനെ പൂരിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പ്രൊഫസർ KN പണിക്കർ പറഞ്ഞതുപോലെ തദ്ദേശീയവും യൂറോപ്യനുമായ രണ്ട് ജ്ഞാനവ്യവസ്ഥകൾ തമ്മിലുള്ള സംവാദത്തിൽ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് KN പണിക്കർ പറഞ്ഞിട്ടുള്ളത്? തദ്ദേശീയവും, ഇവിടെ ഉണ്ടായിട്ടുള്ള തദ്ദേശീയമായ പല അറിവുകളുമുണ്ട്, യൂറോപ്യനുമായ രണ്ട് ജ്ഞാനവ്യവസ്ഥകൾ തമ്മിലുള്ള സംവാദത്തിൽ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഇവിടെ ഒരുപാട് അറിവുകളുണ്ട്, നാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങളെ കുറിച്ചൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ചർച്ച ചെയ്യണ്ട. ഈ പാശ്ചാത്യമാണോ തദ്ദേശീയമായ അറിവുകളാണ് വലുത് എന്ന നിലയിലുള്ള ചർച്ചകളൊന്നും നമുക്ക് വേണം. അതിന് നമുക്ക് താല്പര്യമില്ല. നമുക്ക് പാശ്ചാത്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് താല്പര്യം. ഈ പാശ്ചാത്യവുമായിട്ട് ഈ തദ്ദേശീയമായിട്ടൊന്ന് കൂട്ടിവെച്ചിട്ട് ഏതാണ് നല്ലതെന്നോ അല്ലെങ്കിൽ അതിലെന്താണ് പോരായ്മ ഇതിലെന്താണ് പോരായ്മ എന്ന് തിരിച്ചറിയാനൊന്നും നമ്മൾ നോക്കുന്നില്ല. പാശ്ചാത്യത്തിലോട്ട് മാത്രമാണ് നമ്മുടെ നോട്ടം പോകുന്നത് എന്നുള്ളതാണ്. അതിലാണ് നമുക്ക് താല്പര്യം. നമ്മുടേതായ സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രസം, ധ്വനി, ഔചിത്യം തുടങ്ങിയവയിൽ ഒരെണ്ണം എടുത്ത് സമകാലിക കൃതിയിൽ പ്രയോഗിക്കണമെന്നല്ല. അതായത് നമ്മുടേതായ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ രസം, ധ്വനി, ഔചിത്യം ഇതൊക്കെയുണ്ട്. രസം എന്താണെന്നുള്ള നമ്മൾ കൃതിയിൽ അത് രസം ഉണ്ടാവണം, അതെങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് ആ ഒരു സിദ്ധാന്തം എടുത്ത് നമ്മൾ ഈ കൃതിയിൽ ഇങ്ങനെയൊക്കെയുണ്ട്, MTയുടെ കൃതിയിൽ രസം ഇങ്ങനെ വരുന്നു, ധ്വനി ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയണം എന്നല്ല പറയാം. അതിങ്ങനെ പ്രയോഗിച്ച് പറയണം എന്നല്ല പറയുന്നത്. പ്രാചീന സങ്കല്പങ്ങളെ ബ്രഹ്മതുല്യമായ പരമതത്വങ്ങളായി കാണാതെ, ഈ പ്രാചീനമായിട്ടുള്ള ഈ സങ്കല്പങ്ങളൊക്കെ ബ്രഹ്മണ തുല്യമായ ഒരു തത്വമായിട്ടൊന്നും കാണാതെ ഭാഷയിൽ നിർവഹിക്കാനിരിക്കുന്ന വിചിന്തനകളുടെ പ്രാരംഭ സങ്കല്പമായി കാണുകയാണ് വേണ്ടത്. അതായത് ഭാഷയിൽ പ്രയോഗിക്കാൻ പറ്റിയൊരു പുതിയ ആദ്യ ചിന്തകളായിട്ട് നമ്മൾ കാണണം ഈ രസം, ധ്വനിയൊക്കെ. അത് ബ്രാഹ്മണിസത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടോ കാണാതെ ഈ രസം, ധ്വനി ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഭാഷയെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കാണണമെന്ന് ലേഖകൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയും പറയാണ്, ഗണിതമടക്കമുള്ള മൂത്ത ശാസ്ത്രങ്ങളിൽ കേരളീയർ പോലും യൂറോപ്പിനേക്കാൾ മുന്നിലായിരുന്നിട്ടുണ്ട്. ഗണിതത്തിൽ പോലും ഏറ്റവും കൂടുതൽ മുമ്പിലാരാണ്? നമ്മുടെ ഇന്ത്യക്കാരാണ്, കേരളീയരനാണ്. സൈൻ, കോസൈൻ തുടങ്ങിയ ഗണിത ശ്രേണികളും ആദ്യം ഇന്ത്യയിൽ രൂപം കൊള്ളുകയും പിന്നീട് യൂറോപ്പിൽ കണ്ടുപിടിക്കപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള ചരിത്രപരമായി നിരീക്ഷിക്കപ്പെട്ട കാര്യമാണ്. അതൊക്കെ ഉണ്ടായത് ഇന്ത്യയിലാണ്, പക്ഷേ പിന്നീട് അത് യൂറോപ്പിൽ നിന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പുരോഗതി ആദ്യം യൂറോപ്പിലുണ്ടായെന്നും പിന്നീട് വൈകി മാത്രം അത് ഇന്ത്യയിലും ആവർത്തിക്കുന്നു എന്ന് പൗരസ്ത്യവാദം പറയുന്നു. നമ്മുടെ പൗരസ്ത്യവാദം എന്ന പുരോഗതി ആദ്യം ഉണ്ടായത് അവിടെയാണ്, എന്നിട്ട് ഇങ്ങോട്ട് വന്നതാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ശരിയാണ്. വാസ്തവത്തിൽ പകുതിയിലും അധികം ചരിത്രപരമായി നോക്കുമ്പോൾ തെറ്റുമാണ് എന്നുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്ന ശരിയാണെന്ന് എപ്പോഴാണ് നമ്മൾ പലതും കാണാതെ പറയുമ്പോഴാണ് അത് ശരിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഭർതൃഹരിയെ നാം ഇന്ന് ഓർക്കുന്നുവെങ്കിലും സ്വന്തമായ സിദ്ധാന്ത രൂപീകരണത്തിന് അദ്ദേഹത്തെ ആശ്രയിക്കുന്നില്ല. ഭർതൃഹരിയെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഭർതൃഹരി ഒരു സിദ്ധാന്തം എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു സിദ്ധാന്തം പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൽ നിന്ന് ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അതൊന്നും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സിദ്ധാന്തങ്ങളൊക്കെ എന്തിനാണ് വേണ്ടത്? ശരിക്കും സാഹിത്യകൃതികളെ വിശകലനം ചെയ്യാൻ, ചർച്ച ചെയ്യാൻ, ഇതൊക്കെ ഈ ഘടനാവാദം, ധ്വനി, രസം ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എഴുത്തുകാരൻ ഇതിനൊക്കെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ മോഡേണിസത്തെ നിഷേധിച്ച് പോസ്റ്റ് മോഡേണിസവും, മോഡേണത്തെ ഇല്ലാണ്ടാക്കി പോസ്റ്റ് മോഡേണിസം വരുന്നു. സ്ട്രക്ചറലിസത്തെ നിഷേധിച്ച്, സ്ട്രക്ചറലിസം ശരിയല്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് സ്ട്രക്ചറലിസം വരുന്നു. മോഡലിസത്തെ ശരിയല്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് മോഡലിസവും, സ്ട്രക്ചറലിസം ശരിയല്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് സ്ട്രക്ചറലിസവും രൂപീകരിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഭർതൃഹരിയെ നിഷേധിച്ച് പോസ്റ്റ് ഭർതൃഹരിയാവാൻ വേണ്ടി പറ്റണം. അതിന് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പഴഞ്ചൻ ചിന്തയാണ്, അതൊന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞാൽ അവരുടെ കൺസെപ്റ്റിനൊക്കെ അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് അയാൾ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയതൊന്നും ഉണ്ടാക്കുന്നോ? ഇല്ല. നമ്മൾ എങ്ങോട്ട് പോവാണ്? നേരെ പാശ്ചാത്യത്തിലേക്കാണ് പോകുന്നത്. ആ പ്രവണത ശരിയല്ല എന്ന് ഇവിടെ ലേഖകൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ തന്നെ ഗാഢമായ പഠനങ്ങൾ നടത്തി നമ്മുടേതായ ഒരു സിദ്ധാന്തമുണ്ടാക്കാൻ നാം മെനക്കെടുന്നില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു സിദ്ധാന്തമില്ല. നമ്മൾ സിദ്ധാന്തങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പാശ്ചാത്യ ആശയങ്ങൾ ശരിക്കും മനസ്സിലാകാതെ അടർത്തിയെടുത്ത് സ്വന്തമാക്കി
ചിന്താതീതനായ ചിന്താതീതനാരായാലൊന്നും സ്വന്തമായ ഒരാശയം സൃഷ്ടിക്കാനാവില്ല. അതായത് പാശ്ചാത്യ ആശയങ്ങൾ നമ്മളിങ്ങനെ ഇടുക്കി നുള്ളിപ്പറക്കി പറഞ്ഞാലൊന്നും നമ്മൾ വലിയ ചിന്തകനായി എന്നൊക്കെയാണ് നമ്മളെ വിചാരം. ഘടനാവാദം പറഞ്ഞാൽ ഞാൻ വലിയൊരു സംഭവമായി എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. അതൊന്നും ശരിയല്ല. നമുക്ക് സ്വന്തമായ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. പാശ്ചാത്യ ധാരണകൾ അടർത്തി ഉപയോഗിക്കുന്നതും പാശ്ചാത്യ ചിന്തകരുടെ പേരുകൾ പറയുന്നതും അവരെ ഉദ്ധരിക്കുന്നതും താൻ സമകാലികനാണെന്നതും ഏറ്റവും പുതിയ പാശ്ചാത്യ പദ്ധതി പോലും തനിക്ക് പരിചയമുണ്ടെന്നും കാണിക്കാനുള്ള സാധുത ഒരു തന്ത്രം മാത്രമാണെന്ന് പറയുന്നത്. നമ്മൾ ഈ പാശ്ചാത്യം പറയുന്ന അവൻ വലിയ ആളാണ്, അവരെല്ലാം അറിയാം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് പാശ്ചാത്യരോട് ഒരു അഭിനിവേശമുണ്ട്. ആ ഒരു അഭിനിവേശം മനോഭാവത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമാണെന്ന്, അതിലൊരു തന്ത്രം മാത്രമാണെന്ന് ലേഖകൻ പറയുകയാണ്. ഇത് തന്നെ ആദ്യകാല മലയാള നോവലുകളിൽ സാംസ്കാരിക സന്ദർഭങ്ങളിൽ ഡാർവിൻ, ഹക്സാലി, ബ്രാഡ്ലി തുടങ്ങിയവരും 30കളിൽ കേസരിയുടെ നേതൃത്വത്തിൽ പേറ്റർ, മക്കാർത്തി, മോക്ക്ഹൗസ്, ഫ്രോയിഡ് തുടങ്ങിയവരും 80കളിൽ ഫൂക്കോ, ലൊത്യാർ, ബോദ്രിലാർ തുടങ്ങിയ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളും പോസ്റ്റ് മോഡേണിസ്റ്റുകളും സാധൂകരണത്തിൻ്റെ ഉപാധികളായി. ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ദുലേഖയിലെ 18ാമത്തെ അധ്യായം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അധ്യായമാണ്. അതിൻ്റെ ലാവണ്യശാസ്ത്രപരമായ പരാജയമോ രസഭംഗമോ ഒന്നുമല്ല. പാശ്ചാത്യരുടെ ചിന്തകൾ പരിഷ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും പേരിൽ കടമെടുക്കുന്നവർക്ക് സ്വന്തമായ ഒരു നിഗമനത്തിലും എത്താനാവില്ലെന്ന് സൂചിപ്പിക്കുന്ന നാടക സാദൃശ സംഭാഷണ രൂപത്തിൽ എഴുതപ്പെട്ട ദുരന്ത നാടകമാണ് ഈ 18ാം അധ്യായം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെ നായകൻ മാധവനോ ഗോവിന്ദൻകുട്ടി മേനോനോ ഒന്നുമല്ല, അധിനിവേശിത സാമന്തൻ എന്ന കൊളോണിയൽ സബ്ജക്റ്റ് എന്ന മൂർത്ത രൂപമാണ്. അപ്പോൾ ഈ 18ാം അധ്യായത്തിൽ ഒരുപാട് ശാസ്ത്രത്തെക്കുറിച്ച്, ഇവിടുത്തെ കോൺഗ്രസിനെ കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് അത് ആരാ ശരിക്കും ഈ ചർച്ച ചെയ്യുന്നത്? ഇത്രയും ചർച്ച ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാശ്ചാത്യമായ കാര്യങ്ങളാണ്. പുതിയതായിട്ട് എന്തെങ്കിലും അവിടെ നിർമ്മിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഒരു വലിയ ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പാശ്ചാത്യമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ വരുന്നത്. അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് മാത്രമാണ്, ഒരു കൊളോണിയൽ സബ്ജക്റ്റ് മാത്രമാണ് ഈ ഒരു നോവലിലും ചർച്ച ചെയ്യുന്നത് എന്നുള്ള നിരീക്ഷണമാണ് വി.സി. ശ്രീധരൻ നടത്തുന്നത്. അങ്ങനെ ഇന്ദുലേഖയിലെ 18ാം അധ്യായത്തിലെ പാശ്ചാത്യ ആശയങ്ങൾ വെച്ച് അങ്ങനെ അത് വെച്ചുകൊണ്ടുള്ള ഈ ചർച്ച ഒരിക്കലും ഒരു നിഗമനത്തിൽ കലാശിക്കുന്നില്ല. കോൺഗ്രസ്, ജീവോത്പത്തി, നിരീശ്വരമതം, ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച സംവാദം മുൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ലാത്ത ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. അതൊക്കെ വെറുതെ ഒന്ന് ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്ന മനോഭാവം മാത്രമാണുള്ളത്. അതിന് കൃത്യമായൊരു പരിഹാരമോ ഇതൊന്നും ചൂണ്ടി കാണിക്കുകയോ അങ്ങനെയൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. സ്വന്തമായി ഒന്നും നിർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാശ്ചാത്യ സങ്കല്പനങ്ങൾ എത്ര തന്നെ സ്വാംശീകരിച്ചാലും അതിൽ നിന്നും സ്വന്തമായൊരു ചിന്താ പദ്ധതി സൃഷ്ടിക്കാനാവില്ല എന്നതിന് തെളിവാണ് കേസരിയ ബാലകൃഷ്ണപിള്ളയുടെ സംഭാവനകൾ എന്ന നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. ആരാണ് കേസരിയ ബാലകൃഷ്ണപിള്ള? പാശ്ചാത്യമായ ആശയങ്ങൾ, ചിന്തകളൊക്കെ കേരളത്തിൽ അവതരിപ്പിച്ച് കേരളത്തിലെ മഹാപണ്ഡിതനാണ്. മൊത്തം ഈ പാശ്ചാത്യരായിട്ടുള്ള എല്ലാ ചിന്തകളും എല്ലാ ചിന്തധാരകളും ഒക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുക, അതിലേറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വലിയൊരു വിമർശകനും കൂടിയാണ് കേസരിയ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. പാശ്ചാത്യ സങ്കല്പങ്ങൾ എത്ര തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായൊരു ചിന്താ പദ്ധതി ഇതുവരെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അദ്ദേഹം ഒരുപാട് സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. എല്ലാം എന്താ ഈ പാശ്ചാത്യമായ കാര്യങ്ങൾ മാത്രം, അങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലായിട്ടൊരു സ്വന്തം ചിന്തയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വി.സി. ശ്രീധരൻ്റെ ഒരു പ്രധാന നിരീക്ഷണവും കൂടിയാണ്. പാശ്ചാത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് നേടിയ ആവാഹത്തിൻ്റെ പേരിൽ ആദരിക്കപ്പെട്ട കേസരി സിദ്ധാന്തത്തിൻ്റെയോ സമീപനത്തിൻ്റെയോ മണ്ഡലത്തിൽ ഒരു സംഭാവന നൽകിയിട്ടില്ല. ഇതന്നെയാണ് ഈ പറഞ്ഞ നിരീക്ഷണം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. പാശ്ചാത്യ ചിന്തകളിൽ നിന്ന് നേടിയ വലിയൊരു വിവരമുണ്ട് അദ്ദേഹത്തിന്, പാശ്ചാത്യരായ ആശയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ആദരിക്കപ്പെടുന്നത് ഈ കേസരി. എന്നാൽ സ്വന്തമായിട്ടൊരു സമീപനമോ സിദ്ധാന്തമോ അത്തരത്തിലുള്ള ഒരു ഇതും ഈ കേസരീൻ്റെ അകത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളൊരു വിമർശനവും കൂടി വി.സി. ശ്രീധരൻ ഇതിനകത്ത് നടത്തുകയാണ്. കടം കൊണ്ട് ആശയം കൊണ്ട് സ്വതന്ത്രമായ സിദ്ധാന്തം ഉണ്ടാക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മളൊക്കെ അവിടെ നിന്ന് കടമെടുത്തതാണ്. കേസരി ഇതേപോലെ കടമെടുത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊന്നും ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേസരിക്കും പറ്റിയിട്ടില്ല.
വളരെ സാങ്കേതികമായ പാശ്ചാത്യ സമാനമായ ചില സവിശേഷതകൾ അനുകരണത്തിലൂടെ എടുത്തണിയുകയും എന്നിട്ട് സ്വന്തം പോസ്റ്റ് മോഡേൺ എന്ന് പേരിടുകയും ചെയ്യുന്ന സാഹിത്യകാരന്മാർ അധിനിവേശകരെ മുൻനിർത്തി സ്വയം സാധൂകരിക്കുക മാത്രമാണ്. വളരെ സാങ്കേതികമായ പാശ്ചാത്യ സമാനമായ ചില സവിശേഷതകൾ അനുകരണത്തിലൂടെ എടുക്കുകയാണ്. പാശ്ചാത്യരായിട്ടുള്ള ചില സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ അനുകരണത്തിലൂടെ എടുക്കുക, എന്നിട്ട് സ്വയം പോസ്റ്റ് മോഡേൺ എന്ന് പേരിടുകയൊക്കെ ചെയ്യുന്ന സാഹിത്യകാരന്മാർ, അങ്ങനെയൊക്കെ ചെയ്യുന്ന തട്ടിപ്പടുത്തുന്ന സാഹിത്യമാർ അധിനിവേശകരെ മുൻനിർത്തി സ്വയം സാധൂകരിക്കുക മാത്രമാണ്. അധിനിവേശരെ, പാശ്ചാത്യരായ ചിന്തകളെ മുൻനിർത്തി സ്വയം ഞാനിത് കണ്ടെത്തി എന്ന് വെറുതെ പറയുന്നതാണ് ചെയ്യുന്ന. വാസ്തവത്തിൽ അങ്ങനെയാണോ? അല്ല. ഇനി മറ്റൊരു ചിന്ത ഇതേപോലെ അവതരിപ്പിക്കുകയാണ്: അരിസ്റ്റോട്ടലിനെ അനുകരിക്കാം, ബാർത്തിനെ അനുകരിക്കരുത്. ഇത് ഈ അരിസ്റ്റോട്ടൽ പാശ്ചാത്യരാണ്, ബാർത്തും പാശ്ചാത്യരാണ്. ക്വിറ്റ്ലിയനെ അനുകരിക്കാം, പക്ഷേ ദെറീദയെ അനുകരിക്കുക. ഇതൊക്കെ പാശ്ചാത്യരാണ്. ഈ ക്വിൻലിലി എന്ന് പറയുന്ന ആൾ, ദെറീദ, അതൊക്കെ പാശ്ചാത്യരാണ്. നമ്മൾ പറയുകയാണ്, നമ്മൾ അവരെ ചർച്ച ചെയ്ത് പറയുകയാണ് അരിസ്റ്റോട്ടലെ നമുക്ക് അനുകരിക്കാം, പക്ഷേ ബാർത്തിനെ അനുകരിക്കരുത്. മറ്റേ ക്വിറ്റിനെ അനുകരിക്കാം, പക്ഷേ ദെറീദയെ നമ്മൾ അനുകരിക്കരുത് എന്നൊക്കെ പറയുന്നവരെല്ലാം പാശ്ചാത്യവാദികളുടെ കൂട്ടത്തിൽപ്പെടുത്ത് ബഹിഷ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് അവിടുത്തെ പാശ്ചാത്യരുടെ അയാളെക്കുറിച്ച് നമുക്ക് പറയാം, പക്ഷെ മറ്റയാളെ പറയരുത്. അവിടെ തന്നെ പാശ്ചാത്യരെ തന്നെ താരതമ്യം വെച്ച് പറയുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം? പാശ്ചാത്യരെ തന്നെ പറഞ്ഞ് അവരങ്ങ് തള്ളിക്കറിയണം, അവിടെ തന്നെ അങ്ങ് വിട്ടോളണം എന്നാണ് വി സി ശ്രീജൻ പറയേണ്ടത്. അവരെ നമുക്ക് ഒഴിവാക്കണം, ബഹിഷ്കരിക്കണം, പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മാത്രമല്ല, അതിനകത്തൊന്നും പുതിയ ചിന്തയില്ല എന്നുള്ളൊരു അർത്ഥമാണ് മുമ്പോട്ട് വെക്കുന്നത്, വി സി ശ്രീജൻ മുമ്പോട്ട് വെക്കുന്നത്. പാശ്ചാത്യവാദത്തെ പ്രതിരോധിക്കേണ്ട ചരിത്രസന്ധിയിൽ എല്ലാം അടിയറ വയ്ക്കുന്ന രീതിയിൽ മലയാളത്തിലും പോസ്റ്റ് മോഡേണിസം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതുണ്ട്. അങ്ങനെ പാശ്ചാത്യവാദത്തെ പ്രതിരോധിക്കേണ്ട ചരിത്രസന്ധിയിൽ നമ്മൾ ഈ ഒരു പാശ്ചാത്യവാദത്തെ എന്ത് ചെയ്യണം? പാശ്ചാത്യരുടെ ഈ ഒരു മൂർത്തമായ വാദത്തെ എതിർക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രധാനപ്പെട്ടൊരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. എങ്കിൽ പോലും എല്ലാം അടിവര വയ്ക്കുന്ന രീതിയിൽ മലയാളത്തിലും പോസ്റ്റ്മോഡേണിസം വന്നു കഴിഞ്ഞു. എങ്കിൽ പോലും നമ്മളത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ളൊരു അതിനെ നമ്മൾ എതിർക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാതെ അടിയറ വെക്കുന്ന രീതിയിലുള്ള ചിന്തയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ നമ്മൾ ലജ്ജിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ് ലേഖനം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ലേഖനം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ സാമാന്ത സാഹിത്യം എന്ന് പറയുന്നത്? നമ്മൾ പാശ്ചാത്യരെ അതിരി വിട്ട് അനുകരിക്കുന്ന, സ്വന്തമായിട്ടൊന്നും നിർമ്മിക്കുന്നില്ല. ഈ പ്രവണത ശരിയല്ല എന്ന വി സി ശ്രീജൻ്റെ നിരീക്ഷണമാണ് ഈ ലേഖനത്തിലൂടെ നമ്മൾ കണ്ടത്. അത് എത്തരത്തിൽ നോവലുകളിൽ എങ്ങനെ വരുന്നു? ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ തൊട്ടിങ്ങോട്ട് അത്തരത്തിലുള്ളത് തുടങ്ങുന്നു. നമ്മൾ പലപ്പോഴും പാശ്ചാത്യമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ വലിയ ആളായി, നമ്മൾ വലിയ സംഭവമായി എന്നുള്ള മിഥ്യാധാരണകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അത് ശരിയല്ല എന്നും അത്തരത്തിൽ നമ്മൾ കേസരിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. കേസരി പാശ്ചാത്യമായിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു സിദ്ധാന്തം ആർക്കില്ല? കേസരിക്കില്ല എന്നും അത് ശരിയല്ല, നമുക്ക് സ്വന്തമായ സിദ്ധാന്തം ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതുമാണ് ഭർതൃഹരി എന്ന് പറയുന്ന പൗരസ്ത്യരായിട്ടുള്ള വലിയ പണ്ഡിതൻ മുൻപോട്ട് വെക്കുന്ന ആശയത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് അത് ശരിയല്ല, ഇതാണ് ശരി എന്ന് പറഞ്ഞ് പുതിയൊരു ആശയം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റണമെന്ന് വി സി ശ്രീജൻ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടില്ല. നമ്മൾ ഭർതൃഹരി തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ് പാശ്ചാത്യരിലേക്ക് പോവുകയാണ്. എന്ത് പാശ്ചാത്യരിൽ നിന്നും കണ്ടെടുത്തുകൊണ്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? അതുമില്ല. അത് പറഞ്ഞ് ഇവിടെ വലിയ ആളാവുകയാണ് ചെയ്യുന്നത്. ഇവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ ഇവിടെ അവതരിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ഭരണത്തെ, അവരുടെ ചൂഷണത്തെ ഒളിപ്പിച്ചു വെക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് മാനവികതയുടെ ഒരു വിശാലമായ ഭൂമികയായിരുന്നു. അതെങ്ങനെയുള്ളതായിരുന്നു? അത് ഒരു യൂറോ കേന്ദ്രീകൃത മനോഭാവമുള്ളതായിരുന്നു. അതിലാരാണ്? മധ്യവർഗക്കാരനായ ഒരു പുരുഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സ്ത്രീകൾക്കോ കാപ്പിരികൾക്കോ ഇന്ത്യക്കാർക്കോ ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പോയിന്റും കൂടിയായിരുന്നു. അത്തരത്തിലുള്ള ഒരു മാനവികതയുടെ ചിന്തയാണ് അവർ മുമ്പോട്ട് വെച്ചത്. കോട്ടും ടൈ ഇട്ട ആൾക്കാർ, അവർ മാത്രമായിരുന്നു മനുഷ്യൻ, അല്ലാത്തവർ അടിമകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ അടിമ വേലൊക്കെ നടത്തി നമ്മളെ മനുഷ്യനാക്കി കണ്ടിട്ടുള്ളത്. മൃഗമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മനുഷ്യനായിട്ടുള്ള പരിഗണന നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നുള്ളതാണ്.
അപ്പോൾ അത്തരത്തിലുണ്ടായിട്ടുള്ള ഇവിടുത്തെ ജാതീയത ഉച്ചനീചത്വമൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഒന്നായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാറുമ്പോൾ അതിൽ നമുക്കൊരു അഭിനിവേശം ഉണ്ടാവുകയും ആ ഒരു അഭിനിവേശം ഇന്നും ഇവിടെ നിലനിൽക്കുകയും അവരുടെ ചിന്തകൾ ദെറിദ ലക്കാൻ ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ഘടനാവാദ ചിന്തകളൊക്കെ നമുക്ക് ഇന്നും വലിയ സംഭവമായിട്ട് മാറുകയും നമ്മുടെ ഇന്ത്യയിലുള്ള പലതും നമ്മൾ തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല, ആ പ്രവണത ശരിയല്ല, അതിനൊരു മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം VC ശ്രീജൻ ഈ ലേഖനത്തിലൂടെ മുമ്പോട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ VC ശ്രീജനെക്കുറിച്ചും VC ശ്രീജൻ്റെ ഈ സമാന്ത സാഹിത്യം എന്ന് പറയുന്ന ഈ ലേഖനത്തെക്കുറിച്ചും VC ശ്രീജൻ്റെ മറ്റ് പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.